ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഇന്നൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്ത്, അതായത് ന്യൂസ് പേപ്പറിലെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ ഒരു ചെറിയ ആർട്ടിക്കിൾ എടുത്ത് നമ്മളത് മലയാളത്തിലെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താണ് പ്രയോജനം? നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് അറിയാനും പറ്റും, അതുപോലെ തന്നെ കുറേ വാക്കുകളുടെ മീനിങ് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ വാക്കുകൾ ഉണ്ടായിരിക്കും നമ്മൾ വായിക്കുന്ന ആർട്ടിക്കിൾസിലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് വായിക്കാം. ലൈറ്റ്നിങ് നോട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ സേസ് സെൻറ്റർ. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാലോ പ്രകൃതി ദുരന്തം. അപ്പോൾ ലൈറ്റ്നിങ് നോട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ പ്രകൃതി ദുരന്തമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആരാണ് പറഞ്ഞത്? സേസ് സെൻറ്റർ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേന്ദ്രം. അപ്പോൾ ഇവിടെ ഹെഡിങ് എന്താണ്? മിന്നൽ പ്രകൃതി ദുരന്തമല്ല ഇന്ന് കേന്ദ്രം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നമ്പർ ഓഫ് ഡെത്ത്സ് due to lightning has been increasing of late. If it joins the list of natural disasters, victims will be entitled to compensation under the State Disaster Response Fund. But an official says center is not in favor of it, as deaths can be prevented through awareness programs. നമുക്കിപ്പോൾ ഇത് വായിച്ചപ്പോൾ ചിലപ്പോൾ പലവർക്കും അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? അതായത് നമ്മളിപ്പോൾ മീനിങ് പറഞ്ഞു കഴിഞ്ഞ് നമുക്കതിൽ എന്തോരം വ്യത്യാസം വന്നു എന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു ലൈറ്റ്നിങ് ഹാസ് ബീൻ ഇൻക്രീസിങ് ഓഫ് ലേറ്റ്. ഇവിടെ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. അപ്പം നമ്പർ ഓഫ് ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ മരണസംഖ്യ അല്ലെങ്കിൽ മരണങ്ങളുടെ എണ്ണം. ഡ്യൂ ടു ലൈറ്റ്നിങ്, ഡ്യൂ ടു എന്ന് പറയുന്നത് കാരണം, അല്ലെങ്കിൽ നമുക്ക് പറയാം കാരണത്താൽ എന്നൊക്കെ പറയാം. ഡ്യൂ ടു ലൈറ്റ്നിങ്, ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ നമ്മൾ പറഞ്ഞു. ഹാസ് ബീൻ ഇൻക്രീസിങ്, ഹാസ് ബീൻ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം വരുന്നത്. ഓഫ് ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ഇടയായി എന്നും നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അടുത്ത കാലത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ് ഓഫ് ലേറ്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടിമിന്നൽ മൂലമുള്ള മരണങ്ങൾ ഈയിടെയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് ഇറ്റ് ജോയിൻസ് ദ ലിസ്റ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ജോയിൻ എന്ന് പറഞ്ഞാൽ ചേരുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ജോയിൻസ് എന്നാണ്. അതായത് അത് ചേരുകയാണെങ്കിൽ എവിടെയാണ്? ദ ലിസ്റ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിക. എന്തിൻ്റെ പട്ടികയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ, അതായത് പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇരകൾ, അതായത് ഇടിമിന്നലേറ്റ് മരിച്ചു പോയവരെയാണ് ഇവിടെ ഇരകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. വിക്ടിംസ് വിൽ ബി എൻടൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ. അപ്പോൾ എൻടൈറ്റിൽഡ് എന്ന് പറഞ്ഞാൽ അർഹതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം അവർക്ക് അവകാശമുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ്? ടു കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. അണ്ടർ ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. അണ്ടർ എന്ന് പറഞ്ഞാൽ കീഴിൽ. എന്തിൻ്റെ കീഴിലാണ്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, അതായത് സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലൂടെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇടിമിന്നൽ ദുരന്തങ്ങളുടെ പട്ടികയിൽ ചേർക്കുകയാണെങ്കിൽ ഇരകൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൻ്റെ കീഴിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ആൻ ഒഫീഷ്യൽ സേസ് സെൻറ്റർ ഇസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഇറ്റ്. ആൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ സേസ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സെൻറ്റർ ഇസ് നോട്ട് ഇൻ ഫേവർ. അതായത് സെൻറ്റർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കേന്ദ്രം. ഇസ് നോട്ട് ഇൻ ഫേവർ, ഒരാളെ ഫേവർ ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ അനുകൂലിച്ച് സംസാരിക്കുക എന്നാണ്. അപ്പോൾ ഇസ് നോട്ട് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ അനുകൂലമല്ല എന്നാണ് അർത്ഥം വരുന്നത്. ഓഫ് ഇറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ലൈറ്റ്നിങ്ങിനെ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കണക്ക് കൂട്ടണതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് സെൻറ്റർ ഫേവറിലല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ആസ് ഡെത്ത്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ മരണങ്ങൾ,
ക്യാൻ ബി പ്രിവെൻറ്റഡ് എന്ന് പറഞ്ഞാലോ നമുക്ക് തടയാൻ സാധിക്കും. എങ്ങനെയാണ്? ത്രൂ അവെയർനെസ് പ്രോഗ്രാം. അവെയർനെസ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാലോ പരിപാടികൾ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബോധവൽക്കരണ പരിപാടിയിലൂടെ മരണം തടയാൻ കഴിയുന്നത് കൊണ്ട് കേന്ദ്രം അതിന് അനുകൂലമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരാ പറഞ്ഞത്? ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി യൂണിയൻ ഗവൺമെന്റ് ഇസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഡിക്ലെയറിംഗ് ലൈറ്റ്നിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ as death caused by it can be prevented by making people aware of safety steps. A senior government official who spoke on the condition of anonymity says. The union government എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ. is not in favor എന്ന് പറഞ്ഞാലോ അനുകൂലമല്ല. ഓഫ് ഡിക്ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിക്ലെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഖ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ഡിക്ലെയറിംഗ് എന്ന് പറയാം. എന്താണ്? ലൈറ്റ്നിങ് ഓർ നാച്ചുറൽ ഡിസാസ്റ്റർ. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാലോ പ്രകൃതി ദുരന്തം. അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടിമിന്നൽ ഒരു പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുകൂലമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആസ് ഡെത്ത്സ് കോസ്ഡ് ബൈ ഇറ്റ് can be prevented by making people aware of safety steps. അപ്പോൾ ഇവിടെ ഡെത്ത്സ് എന്ന് പറയുന്നത് മരണങ്ങൾ. അപ്പോൾ കോസ്ഡ് എന്ന് പറഞ്ഞാലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന എന്നൊക്കെ പറയാം. എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ബൈ ഇറ്റ്. ഇറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ലൈറ്റ്നിങ്ങിനെയാണ്. അപ്പോൾ ലൈറ്റ്നിങ് അതായത് ഇടിമിന്നൽ കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ എന്ന് പറയാനാണ് ഡെത്ത്സ് കോസ്ഡ് ബൈ ഇറ്റ് എന്ന് ഇവിടെ പറയുന്നത്. ക്യാൻ ബി പ്രിവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? ബൈ മേക്കിംഗ് പീപ്പിൾ അവെയർ. അതായത് ജനങ്ങളെ ബോധവാന്മാരാക്കിയാൽ അത് തടയാൻ കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത്? ഓഫ് സേഫ്റ്റി സ്റ്റെപ്സ്. സേഫ്റ്റി സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ നടപടികൾ. എ സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ ഹൂ സ്പോക്ക് ഓൺ ദ കണ്ടീഷൻ ഓഫ് anonymity says. അപ്പോൾ ഇത് ആരാണ് സൂചിപ്പിച്ചത്? എ സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽ, അതായത് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. ഹൂ സ്പോക്ക് ഓൺ ദ കണ്ടീഷൻ ഓഫ് anonymity. ഇവിടെ സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, അതായത് സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. എങ്ങനെയാണ് സംസാരിച്ചത്? ഓൺ ദ കണ്ടീഷൻ ഓഫ് anonymity. anonymity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാതാവസ്ഥയാണ്. അതായത് അനോണിമസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അജ്ഞാത വ്യക്തി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഓഫ് anonymity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനദണ്ഡങ്ങളാണ്. അതായത് ഒരാളുടെ പേര് വെളിപ്പെടുത്തണോ വേണ്ടയോ എന്ന് അവരാണ് സ്വയം തീരുമാനിക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് പേര് വെളിപ്പെടുത്താത്ത ഒരു സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽ സംസാരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സുരക്ഷാ നടപടികളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിലൂടെ എന്തുണ്ടാവുക? മരണങ്ങൾ തടയാൻ കഴിയുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന്നൽ ഒരു പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുകൂലമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ആരാണ് പറഞ്ഞത്? പേര് വെളിപ്പെടുത്താത്ത അവസ്ഥയിൽ സംസാരിച്ച ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. India is among only 5 countries in the world that has an early warning system for lightning. The forecast is available for 5 days to up to 3 hours. India is among only 5 countries in the world that has an early warning system for lightning. Early എന്ന് പറഞ്ഞാൽ നേരത്തെ, വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ വാർണിംഗ് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്, സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംവിധാനം. എന്തിനുള്ള സംവിധാനമാണ്? ഫോർ ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നൽ മുൻപേ കൂട്ടി അറിയാനുള്ള സംവിധാനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താ വായിച്ചത്? ഇന്ത്യ ഇസ് എമംഗ് ഓൺലി 5 കൺട്രീസ് ഇൻ ദ വേൾഡ്. എമംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ, ഓൺലി 5 കൺട്രീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇടിമിന്നലിനുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമുള്ള ലോകത്തിലെ 5 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The forecast is available from 5 days to up to 3 hours. Forecast എന്ന് പറഞ്ഞാൽ പ്രവചനം. Available എന്ന് പറഞ്ഞാലോ ലഭ്യമാണ്. എപ്പോഴാണ്? From 5 days to up to 3 hours. Up to എന്ന് പറഞ്ഞാൽ വരെ എന്നാണ്. അതായത് 5 ദിവസം തൊട്ട് 3 മണിക്കൂർ വരെ ലഭ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. The states such as Bihar and West Bengal have been demanding that
lightning deaths be covered as a natural disaster. The states such as Bihar and West Bengal, states എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ, such as ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇവിടെ such as എന്ന് പറയുന്നത് പോലെ എന്ന് പറയാനാണ്. അതായത് ഏത് സംസ്ഥാനങ്ങൾ പോലെയുള്ളതാണ്? ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ, ബീഹാറും വെസ്റ്റ് ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഹാവ് ബീൻ ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ്? ദാറ്റ് ലൈറ്റ്നിങ് ഡെത്ത്സ്, അതായത് ലൈറ്റ്നിങ് ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് കാരണം മരണപ്പെടുന്നത് ബി കവേർഡ് ആസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. കവേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കണക്കാക്കണം എന്നാണ്. എന്തായിട്ടാണ്? ആസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബീഹാറും വെസ്റ്റ് ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇടിമിന്നലുകളെ പ്രകൃതി ദുരന്തമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൺസ് ദിസ് ഇസ് നോട്ടിഫൈഡ്, the victims will be entitled to compensation from the state's disaster response fund, SDRF. വൺസ് ദിസ് ഇസ് നോട്ടിഫൈഡ്. അപ്പം നോട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അറിയിച്ചു. അപ്പോൾ വൺസ് ദിസ് ഇസ് നോട്ടിഫൈഡ് എന്ന് പറഞ്ഞാലോ ഇത് അറിയിപ്പ് ലഭിച്ചാൽ ദ വിക്ടിംസ് വിൽ ബി എൻടൈറ്റിൽഡ്. വിക്ടിംസ് എന്ന് പറയുന്നത് ഇരകളാണ്. വിൽ ബി എൻടൈറ്റിൽഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അർഹതയുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. എന്തിനാണ്? ടു കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവിടെ നിന്നാണ്? ഫ്രം ദി സ്റ്റേറ്റ്സ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, SDRF. അപ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇരകൾക്ക് SDRFൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. The center makes 75% of the contribution to SDRF. The center makes 75% of the contribution to SDRF. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭാവന എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ SDRFനുള്ള സംഭാവനയുടെ 75% ആരാണ് കൊടുക്കുന്നത്? കേന്ദ്രമാണ് കൊടുക്കുന്നത്. സൈക്ലോൺ, ഡ്രൗട്ട്, earthquake, fire, flood, tsunami, hailstorm, landslip, avalanche, cloudburst, pest attack, frost and cold wave are now considered disasters under the SDRF. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്, ഡ്രോട്ട് എന്ന് പറഞ്ഞാലോ വരൾച്ച, earthquake എന്ന് പറഞ്ഞാൽ ഭൂകമ്പം അല്ലെങ്കിൽ ഭൂമികുലുക്കം എന്നൊക്കെ പറയാം. ഫയർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തീ, അതായത് ഫോറസ്റ്റ് ഫയർ ഒക്കെ ഇല്ലേ, കാട്ടുതീയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലഡ് എന്ന് പറഞ്ഞാലോ വെള്ളപ്പൊക്കം. സുനാമി എന്ന് പറഞ്ഞാൽ കടലിലെ വേവ്സ് ഭയങ്കര ഹൈറ്റിൽ വന്ന് കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് സുനാമി. ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാലോ ആലിപ്പഴത്തോട് കൂടിയുള്ള കൊടുങ്കാറ്റിനെയാണ് നമ്മൾ ഹെയിൽ സ്റ്റോം എന്ന് പറയാം. ലാൻഡ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ. അവലാഞ്ച് എന്ന് പറഞ്ഞാലോ ഹിമപാതം എന്ന് പറയില്ലേ, അതായത് മഞ്ഞുമല ഇടിയുന്നതിനെയാണ് നമ്മളിവിടെ അവലാഞ്ച് എന്ന് പറയുന്നത്. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേഘവിസ്ഫോടനം. പെസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാലോ കീടാക്രമണത്തിനെയാണ് പെസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഫ്രോസ്റ്റ് ആൻഡ് കോൾഡ് വേവ്. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറഞ്ഞ മഞ്ഞ് എന്ന് നമ്മൾ പറയില്ലേ, അതായത് അതിശൈത്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോൾഡ് വേവ് എന്ന് പറഞ്ഞാൽ ശീതതരംഗങ്ങൾ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിവസത്തിൽ തണുത്ത കാറ്റ് വരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള തണുത്ത കാറ്റ് വരുന്നതിനെയാണ് കോൾഡ് വേവ് എന്ന് പറയുന്നത്. ആർ നൗ കൺസിഡേർഡ് ഡിസാസ്റ്റേഴ്സ് അണ്ടർ ദി SDRF. അപ്പോൾ ഇവിടെ പറയാണ് നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെയാണ് ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് പ്രകൃതി ദുരന്തമായിട്ട് SDRFൻ്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബീഹാർസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിനിസ്റ്റർ ഷാനവാസ് ആലം told the Hindu that Bihar is one of the most vulnerable states and as many as 107 had died after being struck by lightning till July 6th. ബീഹാർസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിനിസ്റ്റർ. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാലോ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അപ്പോൾ ദുരന്ത നിവാരണ മന്ത്രി ഷാനവാസ് ആലം ടോൾഡ് ദി ഹിന്ദു. അപ്പം നമ്മൾ ഏത് ന്യൂസ് പേപ്പറാണ് വായിച്ചതെന്ന് മനസ്സിലായില്ലേ? എന്താണ് പറഞ്ഞത്? ദാറ്റ് ബീഹാർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് വൾനറബിൾ. അപ്പോൾ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൾനറബിൾ എന്ന് പറഞ്ഞാലോ ദുർബലമായതിനെയാണ് നമ്മൾ വൾനറബിൾ എന്ന് പറയാം. സ്റ്റേറ്റ്സ്. അപ്പോൾ
സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടെ പറയാണ് ബീഹാർ ഏറ്റവും ദുർബലമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് ആസ് മെനി ആസ് 107 ഹാഡ് ഡൈഡ്, അതായത് ഇത് 107 പേര് മരിച്ചു. എങ്ങനെയാണ്? ആഫ്റ്റർ ബീങ് സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ് ടിൽ ജൂലൈ 6. സ്ട്രക്ക് എന്ന് പറയുന്നത് സ്ട്രൈക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇടിക്കുക, അതായത് അതിശക്തമായി ഇടിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ട്രക്ക് എന്ന് പറയുന്നത്. സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ടിൽ ജൂലൈ 6. ടിൽ ജൂലൈ 6 എന്ന് പറഞ്ഞാൽ ജൂലൈ 6 വരെ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? ബീഹാർ ദുർബലമായ ഒരു സംസ്ഥാനമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ജൂലൈ 6 വരെ ഇടിമിന്നലേറ്റ് 7 പേര് മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആരാണ് പറഞ്ഞത്? ദുരന്ത നിവാരണ മന്ത്രി ഷാനവാസ് ആലം ആണ് പറഞ്ഞത്. In the past few years, there has been a spurt in deaths due to lightning. In the past few years എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ there has been a spurt എന്ന് പറഞ്ഞാൽ കുതിപ്പാണ്. അപ്പോൾ there has been a spurt എന്ന് പറഞ്ഞാൽ ഒരു കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്പേർട്ടിൻ്റെ അർത്ഥം വരുന്നത് പെട്ടെന്നുള്ളൊരു കുതിപ്പാണ്, അതായത് പെട്ടെന്നുള്ളൊരു ഇൻക്രീസിനെയാണ് നമ്മൾ സ്പേർട്ട് എന്ന് പറയുക. എന്തിലാണ്? ഇൻ ഡെത്ത്സ്, അതായത് മരണങ്ങളിൽ. എങ്ങനെയുള്ള ഡെത്താണ്? ഡ്യൂ ടു ലൈറ്റ്നിങ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് വൺ ഓഫ് ദി റീസൺസ്. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാണ് എന്നാണ് അർത്ഥം വരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാലോ കാലാവസ്ഥ വ്യതിയാനം. ഇസ് വൺ ഓഫ് ദി റീസൺസ്. വൺ ഓഫ് ദി റീസൺസ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ. അപ്പോൾ വൺ ഓഫ് ദി റീസൺസ് എന്ന് പറഞ്ഞാലോ കാരണങ്ങളിലെ ഒരു കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണമായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. പോസിബിൾ എന്നാണ് പറഞ്ഞത്. ഇൻ ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് more than 1,500 people have lost their lives in Bihar. In the past 5 years എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ more than 1,500 1500-ലധികം പീപ്പിൾ ആളുകൾക്ക് എന്താണ് ഉണ്ടായത്? ഹാവ് ലോസ് ദെയർ ലൈഫ്, അതായത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. എവിടെയാണ്? ഇൻ ബീഹാർ. ഓൺ ജൂൺ 25, 2020 more than 100 people died in a single day after they were struck by lightning, Mr. Alam said. On June 25th, 2020, അപ്പോൾ ജൂൺ 25 2020 more than 100 people, അതായത് 100-ലധികം ആളുകൾ died in a single day എന്ന് പറഞ്ഞാൽ മരിച്ചു ഒരു ദിവസത്തിൽ. സിംഗിൾ ഡേ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമാണ്. അപ്പോൾ ഒറ്റ ദിവസത്തിൽ 100-ലധികം പേര് മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? ആഫ്റ്റർ ദേ വർ സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ്, അതായത് അവർ ഇടിമിന്നലേറ്റ് മരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. He said he had raised the issue at July 13 meeting of state ministers of disaster management that was chaired by Union Home Minister Amit Shah in Delhi. He said എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? He had raised എന്ന് പറഞ്ഞാൽ ഉയർത്തി. അപ്പോൾ he had raised എന്ന് പറഞ്ഞാലോ അയാൾ ഉയർത്തിയിരുന്നു. എന്താണ്? ദ ഇഷ്യൂ, അതായത് ആ വിഷയത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവിടെയാണ്? അറ്റ് ദി ജൂലൈ 13th മീറ്റിംഗ്, അതായത് ജൂലൈ 13 ഉണ്ടായിരുന്ന മീറ്റിങ്ങിൽ ആ ഒരു വിഷയം ഉയർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ യോഗം അല്ലെങ്കിൽ നമുക്ക് കൂടിക്കാഴ്ച എന്നൊക്കെ പറയാം. ഓഫ് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ദുരന്ത നിവാരണ മന്ത്രിമാരുടെ യോഗത്തിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വാസ് ചെയർഡ് ബൈ, ഇവിടെ ചെയർഡ് ബൈ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധ്യക്ഷത വഹിച്ചു എന്നാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? യൂണിയൻ ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. ആരായിരുന്നു? അമിത് ഷാ ഇൻ ഡൽഹി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജൂലൈ 13 ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ, അതായത് യൂണിയൻ ഹോം മിനിസ്റ്ററായ അമിത് ഷായുടെ നേതൃത്വത്തിൽ എന്തുണ്ടായത്? മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ മന്ത്രിമാരുടെ യോഗത്തിൽ എന്താ ചെയ്തത്? താൻ ആ വിഷയം ഉന്നയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.